بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على نبينا وحبيبنا وقرة أعيننا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സൂറ നിസായിലെ 94-ാമത്തെ ആയത്ത് മുതലാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ إذا ضربتم في سبيل الله فتبينوا ولا تقولوا لمن ألقى إليكم السلام لست مؤمنا تبتغون عرض الحياة الدنيا فعند الله مغانم كثيرة كذلك كنتم من قبل فمن الله عليكم فتبينوا إن الله كان بما تعملون خبيرا. ഇതുവരെ നമ്മൾ ഒരാൾ പിഴവ് പറ്റി വധിക്കപ്പെടുകയാണെങ്കിൽ, മനഃപൂർവ്വം ഒരാൾ മറ്റൊരാളെ കൊല്ലുകയാണെങ്കിൽ അതിനൊക്കെ ഇസ്ലാം നിർദ്ദേശിക്കുന്ന പരിഹാരം എന്താണ് എന്നാണ് കഴിഞ്ഞ ആയത്തുകളിലൂടെയൊക്കെ മനസ്സിലാക്കിയത്. പിന്നെ തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ സംബോധന ചെയ്തുകൊണ്ട് വ്യക്തമാക്കുന്ന ഒരു കാര്യം, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇദാ ളറബ്തും ഫീ സബീലില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോവുകയാണ് എങ്കിൽ, ലറബ ഫിൽ അർള് എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്തു എന്നാണ് അർത്ഥം. ലറബ ഫിൽ അർള്, ലറബ എന്ന പദത്തിന് അടിച്ചു എന്നൊക്കെ അർത്ഥം നമ്മൾ പഠിച്ചിട്ടില്ലേ? ലറബ ഫിൽ അർള് എന്ന് പറഞ്ഞാൽ ഭൂമിയിലടിക്കുകയല്ല, യാത്ര പോവുക, യാത്ര ചെയ്യുക എന്നതാണ്. ഇവിടെ ഫീ സബീലില്ലയാണ്. സബീലുള്ള എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. അപ്പോൾ ഇദാ ളറബ്തും ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ യാത്ര പോവുക എന്ന് പറഞ്ഞാൽ അതെന്തിനുള്ള യാത്രയായിരിക്കും? യുദ്ധത്തിനുള്ള യാത്രയായിരിക്കും. അങ്ങനെ നിങ്ങൾ പുറപ്പെടുകയാണെങ്കിൽ ഫതബയ്യനൂ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കൾ ആരാണ്, നിങ്ങളുടെ മിത്രങ്ങൾ ആരാണ് എന്നെല്ലാം കൃത്യമായി വ്യക്തത വരുത്തണം. തബയ്യന എന്ന് പറഞ്ഞാൽ എന്താ? വ്യക്തമായി ഗ്രഹിക്കുക, വ്യക്തമായി മനസ്സിലാക്കുക. അപ്പോൾ ആരോടാണ് നമ്മൾ നേരിടുന്നത് എന്നൊക്കെ കൃത്യമായൊരു ധാരണ നിങ്ങൾക്കുണ്ടാകണം. അപ്പോൾ നമ്മുടെ ശത്രുക്കളാരാണ്, മിത്രങ്ങളാരാണ് എന്നൊക്കെ കൃത്യമായ ബോധ്യം നിങ്ങൾക്കുണ്ടാകണം നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെടുകയാണെങ്കിൽ. ഇന്ന് നടക്കുന്ന യുദ്ധം പോലെയല്ല ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന യുദ്ധം. ഇന്ന് നേർക്ക് നേരെയുള്ള ദ്വന്ദ്വ യുദ്ധങ്ങളെ കൊണ്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ബദർ യുദ്ധത്തിൻ്റെ ഒക്കെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, രണ്ട് പക്ഷത്തു നിന്ന് ആളുകൾ ഇങ്ങനെ മുഖാമുഖം നിന്നിട്ട് ആദ്യം രണ്ട് പക്ഷത്തിൽ നിന്നും ദ്വന്ദ്വ യുദ്ധത്തിന് വേണ്ടി, ആയുധങ്ങളൊന്നുമില്ലാതെ ദ്വന്ദ്വ യുദ്ധത്തിന് വേണ്ടി ആളുകൾ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞയച്ച് അവർ തമ്മിലായിരിക്കും ഫൈറ്റ്. അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ യുദ്ധം ആരംഭിക്കുന്നത്. നേർക്ക് നേരെയുള്ള യുദ്ധമാണ് അന്നുണ്ടാകുന്നത്. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഇന്നത്തെ യുദ്ധങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ നിങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധത്തിന് പോയാൽ നിങ്ങൾ വ്യക്തത വരുത്തേണ്ട ഒരു കാര്യമായി ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കൾ ആരാണ് എന്ന് കൃത്യമായി, നിങ്ങൾ ആരോടാണ് ഏറ്റുമുട്ടുന്നത്,
ആരെയാണ് നിങ്ങൾ വധിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ, അയാൾ ശത്രു തന്നെയാണോ അതല്ല നിങ്ങളുടെ മിത്രമാണോ എന്നൊക്കെ ഉറപ്പ് വരുത്തണമെന്നാണ് ആദ്യത്തെ ആ പ്രസ്താവനയുടെ വിശദീകരണം. എന്നിട്ട് രണ്ടാമത് പറയുന്നത് നോക്കൂ, വലാ തഖൂലൂ ലിമൻ അൽഖാ ഇലൈക്കുമുസ്സലാം, നിങ്ങളോട് സലാം പറഞ്ഞ ഒരാളെ, നിങ്ങളോട് നിങ്ങളിലേക്ക് സലാം ഇട്ടു തന്നാണ് അല്ലേ. വലാ തഖൂലൂ ലിമൻ അൽഖാ ഇലൈക്കുമുസ്സലാമ. ശരിക്കും നമ്മൾ സലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുമ്പോൾ ഇതുതന്നെയാണ്. സലാം നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരാൾ, നിങ്ങളോട് സമാധാന സന്ദേശം കൈമാറിയിട്ടുള്ള ഒരാളോട് നിങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല ലസ്ത മുഅ്മിന, നീ വിശ്വാസിയല്ല എന്ന് പറയരുത്. നമ്മളോടൊരാളും കേട്ടോ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നീ വിശ്വാസിയല്ല എന്ന് പറയാൻ പാടില്ല. ഇതിൻ്റെ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി സംഭവങ്ങൾ വരുന്നുണ്ട്. നമുക്കൊന്ന് രണ്ടെണ്ണം അത് വിശകലനം ചെയ്യാം. അപ്പോൾ ഈ ആയത്തിൻ്റെ അന്തസാരം കൃത്യമായി മനസ്സിലാകും. ഇങ്ങനെ നിങ്ങൾ പറയുന്നത് എന്തിനു വേണ്ടി? തബ്തഗൂന അറളൽ ഹയാത്തിദ് ദുനിയ, ഭൗതിക ജീവിതത്തിൻ്റെ വിഭവങ്ങളെ കൊതിച്ചുകൊണ്ട്. തബ്തഗൂന നിങ്ങൾ ആഗ്രഹിക്കുന്നു, കൊതിക്കുന്നു. അറളൽ ഹയാത്തിദ് ദുനിയ, ഭൗതിക ജീവിതത്തിൻ്റെ വിഭവം. ദുനിയാമോഹത്തിൻ്റെ പേരിൽ ഒരിക്കലും ഒരാൾ നിങ്ങളുടെ അരികിലേക്ക് സലാം പറഞ്ഞു വന്നാൽ നീ മുസ്ലിമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ വധിച്ചു കളയാൻ പാടില്ല. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. ഇനി നോക്കൂ, അതിലൊരു സംഭവം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശരിയ നിയോഗിച്ചു. ശരിയ വസ്വ എന്നാണ് ചരിത്രത്തിൽ ഈ സൈനിക നീക്കങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. ശരിയ എന്ന് പറഞ്ഞാൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പങ്കെടുത്തിട്ടില്ലാത്ത സൈനിക നീക്കങ്ങൾക്കാണ് എന്ത് പറയുക, ശരിയ എന്ന് പറയുക. വസ്വ എന്ന് പറഞ്ഞാലോ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നേതൃത്വം നൽകി അവിടുന്ന് തന്നെ സർവ്വ സൈന്യാധിപനായിക്കൊണ്ട് നടത്തിയിട്ടുള്ള സൈനിക നീക്കങ്ങൾക്കാണ് അറബിയിൽ എന്ത് പറയുക, വസ്വ. മറ്റേതെന്താ പറയുക, ശരിയ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശരിയയെ നിയോഗിച്ചു. അതിൽ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് പോകുന്നത്. ഫലമ്മ അത്തൗൽ ഖൗമ വജദൂഹും ഖദ് തഫറഖു വബഖിയ റജുലുൻ ലഹു മാലുൻ കസീർ. അങ്ങനെ ഒരു ജനതയിൽ, ഒരു സമൂഹത്തിലൂടെ അവരിങ്ങനെ നീങ്ങിപ്പോയപ്പോൾ അവർ രണ്ട് ഭാഗത്തേക്കും എന്ത് ചെയ്തു, ഛിന്ന ഭിന്നമായി പോയി. ഒരാൾ അവരുടെ മുമ്പിൽ ഇങ്ങനെ ബാക്കിയായി. അയാളുടെ അരികിൽ ധാരാളം സമ്പത്തുമുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ ഇവർ പിടികൂടി. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, ഫഖാല അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഷഹാദത്ത് ചൊല്ലി. ആ സന്ദർഭത്തിൽ ഫഖത്തലഹുൽ മിഖ്ദാദ് അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു. അതൊന്ന് ഷഹാദത്ത് അപ്പം പ്രഖ്യാപിച്ചതൊന്നും എന്ത് ചെയ്തില്ല, അദ്ദേഹം പരിഗണിച്ചില്ല. ഈ സംഭവം പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെന്ന് പറഞ്ഞപ്പോൾ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിഖ്ദാദേ, നീ എങ്ങനെയാണ് അദ്ദേഹത്തെ വധിച്ചു കളയുക? വകൈഫ ലക ബിലാ ഇലാഹ ഇല്ലല്ലാഹ് ഗദൻ, അദ്ദേഹം പ്രഖ്യാപിച്ച ലാ ഇലാഹ ഇല്ലല്ലയെ നീ പരലോകത്ത് എങ്ങനെ അഭിമുഖീകരിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചിട്ടില്ലേ, പിന്നെ അദ്ദേഹത്തിനെതിരിൽ നടപടിയെടുക്കാൻ നിനക്ക് എന്ത് അധികാരമാണുള്ളത് എന്ന രീതിയിലാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചത് എന്നാണ്. അതേപോലെ തന്നെ ഇമാം ബുഖാരി, തുർമുദി മുഴുവൻ, ഹാക്കിം മുതലായവരൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ, അതും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബനൂ സുലൈമയിൽപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹം
പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ അരികിലൂടെ അങ്ങനെ നടന്നു പോവുക. അദ്ദേഹം ഒരു പറ്റം ആടുകളെയും തൊഴിച്ചുകൊണ്ടാണ് പോകുന്നത്. ആ സന്ദർഭത്തിൽ അദ്ദേഹം ഈ സഹാബത്തിനോട് സലാം പറഞ്ഞു. ഫസല്ലമ അലൈഹിം. അപ്പോൾ അവർ പറഞ്ഞു, ഫഖാലു മാ സല്ലമ അലൈന ഇല്ലാ ലിയതഅവ്വദ മിന്ന. ഞങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണല്ലോ നീ ഞങ്ങൾക്ക് സലാം പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പിടികൂടുകയും അദ്ദേഹത്തെ അവർ വധിച്ചു കളയുകയും ചെയ്തു. എന്നിട്ട് ഈ ആട്ടിൻപറ്റങ്ങളെയുമായ റസൂലിൻ്റെ അരികിലേക്ക് വഅതൗ ബിഗനമിഹി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിൻ്റെ അരികിലേക്ക് അവർ ചെന്നു. ആ സന്ദർഭത്തിലാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് അവരെ ഓതി കേൾപ്പിച്ചത്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇദാ ലറബ്തും ഫീ സബീലില്ലാഹി, നിങ്ങൾ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് പുറപ്പെടുകയാണെങ്കിൽ ഫതബയ്യനൂ, നിങ്ങൾ നിങ്ങളുടെ ശത്രു ആരാണ് മിത്രമാരാണ് എന്ന് കൃത്യമായി വ്യക്തമാക്കണം, വ്യക്തത വരുത്തണം, വ്യക്തമായി മനസ്സിലാക്കണം. വലാ തഖൂലൂ ലിമൻ അൽഖാ ഇലൈക്കുമുസ്സലാമ ലസ്ത മുഅ്മിന, നിങ്ങളോട് സലാം പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകളോട് നിങ്ങൾ ഒരിക്കലും മുഅ്മിനല്ല എന്ന് നിങ്ങൾ പറഞ്ഞു പോകരുത്. നിങ്ങളവിടെ തബ്തഗൂന അർളൽ ഹയാത്തിദ് ദുനിയ, ഭൗതിക ജീവിതത്തിൻ്റെ വിഭവങ്ങളാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഫഇൻദല്ലാഹി മഗാനിമു കസീറ, അള്ളാഹുവിൻ്റെ അരികിൽ ധാരാളം ഗനീമത്തുകളുണ്ട്. മഗാനിമു കസീറ, അള്ളാഹുവിൻ്റെ അരികിൽ ഗനീമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ യുദ്ധം ചെയ്യുകയാണെങ്കിൽ അത് മുഖേന തന്നെ നിങ്ങൾ ആർജിച്ചെടുക്കുന്ന സമ്പത്ത്, സമരാർജിത സമ്പത്ത് അള്ളാഹുവിൻ്റെ അരികിൽ ധാരാളമുണ്ട്. നിങ്ങൾ നേടുന്നുണ്ട് പടച്ചോൻ്റെ അരികിലുള്ള അനുഗ്രഹങ്ങളുമില്ലേ, നിങ്ങൾ അതാണ് കൊതിക്കേണ്ടത്. കദാലിക കുന്തും മിൻ ഖബൽ, നിങ്ങളും ഇതിന് മുമ്പ് ഇതുപോലെ തന്നെയായിരുന്നല്ലോ എന്നാണ് പറയുന്നത്. നിങ്ങളും ഇതിനു മുമ്പ് ഇതുപോലെ തന്നെയായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ, ഇനി ഒരാൾ ഇസ്ലാം സ്വീകരിച്ച് വരികയാണെങ്കിൽ അയാൾ നിങ്ങളെപ്പോലെയായി. അവർ ഇസ്ലാം സ്വീകരിക്കാത്ത ആളുകളുടെ അവസ്ഥ തന്നെയാണ്, നിങ്ങൾ നേരത്തെ ഉള്ള അവസ്ഥയിൽ തന്നെയാണ്. നിങ്ങളും ഇസ്ലാം അല്ലാത്തൊരവസ്ഥ നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ? നിങ്ങൾ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് ഈ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിലേക്കും ഹിദായത്തിലേക്കും കടന്നു വന്നവരാണല്ലോ. അതാണ് കദാലിക കുന്തും മിൻ ഖബൽ. എന്നിട്ടോ ഫമന്നല്ലാഹു അലൈക്കും, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞു തരികയാണ് ചെയ്തിട്ടുള്ളത്. മന്ന യമുന്നു എന്ന് പറഞ്ഞാൽ മിന്നത്ത്, അനുഗ്രഹം. അത് നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇസ്ലാമാകുന്ന അനുഗ്രഹത്തിലൂടെ ഒരുപാട് സമാധാന അന്തരീക്ഷം ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടി എന്ന് മാത്രമല്ല, അതിലൂടെ ഭൗതികമായ ഒരുപാട് നേട്ടങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഇന്നല്ലാഹ ബിമാ തഅമലൂന ഖബീറ, നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഇസ്ലാം ഏതൊരു മനുഷ്യരോടും എങ്ങനെ ഇടപഴകണമെന്ന് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരാളെങ്ങനെ നമ്മുടെ അരികിലേക്ക് വരികയാണെങ്കിൽ അയാളുടെ ഉള്ളിൽ ചൊഴിഞ്ഞു നോക്കാനുള്ള യാതൊരു പെർമിഷനും പഠിച്ചോ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, നൽകുന്നില്ല. അയാളുടെ ഉള്ളറിയുന്നവൻ ആരെന്നെയാണ്? പഠിച്ചവനാണ്. അയാൾ ഏത് നിലക്കാണ് ഷഹാദത്ത് ചൊല്ലിയത് എന്നോ എന്ത് ഉദ്ദേശിച്ചാണ് നിങ്ങളോട് സലാം പറഞ്ഞതെന്നോ ഒന്നൊന്നും നിങ്ങൾ നോക്കേണ്ടതില്ല. അതുകൊണ്ട് അയാൾക്ക് നിങ്ങൾക്ക് അഭയം നൽകണം, അയാൾക്ക് മറ്റെല്ലാ സംരക്ഷണവും നൽകണം എന്ന് തന്നെയാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ടായ ഏതാനും സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ ആയത്ത് അവതീർണമായത് എങ്കിലും ലോകാവസാനം വരെയുള്ള
എല്ലാ സത്യവിശ്വാസികളെയും സംബോധന ചെയ്തുകൊണ്ടാണ് അള്ളാഹു ഈ കാര്യം, ഈ ഒരു വലിയ സന്ദേശം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഈ ആദർശത്തിൻ്റെ കാര്യത്തിൽ തീവ്രത വെച്ച് പുലർത്തുന്നൊരു നിലപാടുണ്ടല്ലോ, അതുണ്ടാകാൻ പാടില്ല. ഞങ്ങളെങ്ങനെയാണ്, ഞങ്ങളെത്ര ഈമാനില്ല, വേറെ ആരുമില്ല കേട്ടോ, ഞങ്ങൾ മാത്രമാണ് ഉഷാറുള്ള ആൾക്കാർ എന്നുള്ളൊരു ധാരണ എന്തുണ്ടാകാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ആര് ചൊല്ലിയാലും അയാൾ ആരുടെ ഗണത്തിൽ ഉൾപ്പെടുന്നു? മുസ്ലിങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുന്നു. മൻ സ്വല്ലാ സ്വലാത്തന വസ്തഖ്ബല ഖിബ്ലതന വഅക്കല ദബീഹതന ഫഹുവ മുസ്ലിം. നമ്മൾ നമസ്കരിക്കുന്നത് പോലെ ആരൊക്കെ നമസ്കരിക്കുന്നുണ്ടോ, നമ്മുടെ കിബിലക്ക് നേരെ തിരിഞ്ഞ് ആരൊക്കെ ആരാധനകൾ അർപ്പിക്കുന്നുണ്ടോ, നമ്മളറുത്തത് ആരൊക്കെ ഭക്ഷിക്കുന്നുണ്ടോ, ഫഹുവ മുസ്ലിം. അങ്ങനെ മുസ്ലിങ്ങളെ മൊത്തത്തിൽ കാണാനുള്ള ഒരു സന്ദേശം കൂടി പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞ് നമ്മളെന്നെ സ്വർഗത്തിലേക്ക് പോകുന്നത്, സ്വർഗം നരകമൊക്കെ ആരാ തീരുമാനിക്കുന്നത്? പഠിച്ചവനാണ്. സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് കൊടുക്കാനുള്ള അധികാരം ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇവിടെ ഏതെങ്കിലും മുസ്ലിം ഗ്രൂപ്പുകളെയോ സംഘടനകളെയോ കക്ഷികളെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഞങ്ങൾ തന്നെ സ്വർഗത്തിലേക്ക് പോകുള്ളൂ എന്നൊക്കെ പ്രസംഗിക്കണ കേട്ടില്ല ഞങ്ങൾ. എന്തൊരു ധൈര്യമാണ് അവർക്ക് പറയാൻ. നമ്മളെ കാര്യം എന്താണെന്ന് നമുക്കറിയാം, ഈ പറയുന്ന ആൾക്കാരുടെ കാര്യം എന്താണെന്നറിയാം. മറ്റുള്ള ആൾക്കാരും സ്വർഗത്തിലല്ല, ഞങ്ങൾ തന്നെയാണ് സ്വർഗത്തിലേക്ക് എന്ന് പോകുന്ന ആൾ സ്വർഗത്തിൽ പോകുന്നറിയാം. അയാൾ മരിച്ചിട്ടില്ലല്ലോ. അയാളുടെ ഭാവി ജീവിതത്തിൽ അയാളുടെ ഈമാനും അയാളുടെ ഇസ്ലാമും അയാളുടെ നടപടിക്രമങ്ങളും എങ്ങനെയാണ് പഠിച്ചോൻ തീരുമാനിച്ചതെന്നറിയാം. അതാണ് ശരിക്കും നമ്മൾ നോക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കുക എന്ത്? ഹസ്നുൽ ഖാത്തിമ. ഇവിടെ നിന്ന് മരണപ്പെട്ടു പോകുമ്പോൾ ശുഭകരമായ ഒരു പര്യവസാനവും പരിണിതിയും നമുക്ക് ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. വേറുള്ള ആൾക്കാരെ സ്വർഗത്തിലോ നരകത്തിലോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു അവകാശവും നമുക്കില്ല. ഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ. നിങ്ങൾ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ അമലിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ ആയത്തൊന്ന് ഓതി നോക്കൂ. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ളറബ്തും ഫീ സബീലില്ലാഹി ഫതബയ്യനൂ ولا تقولوا لمن ألقى إليكم السلام لست مؤمنا تبتغون عرض الحياة الدنيا فعند الله مغانم كثيرة كذلك كنتم من قبل فمن الله عليكم فتبينوا إن الله كان بما تعملون خبيرا. لا يستوي القاعدون من المؤمنون غير أولي الضرر والمجاهدون في سبيل الله بأموالهم وأنفسهم فضل الله المجاهدين بأموالهم وأنفسهم على القاعدين درجة وكلا وعد الله الحسنى وفضل الله المجاهدين على القاعدين أجرا عظيما درجات منه ومغفرة ورحمة وكان الله غفورا رحيما. വിശ്വാസികളിൽ രണ്ട് വിഭാഗം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പദവികളെക്കുറിച്ചാണ് ഈ ആയത്തിൽ നമുക്ക് വിശദീകരിച്ച് തരുന്നത്. ലാ യസ്തവി എന്താ? സമമാവുകയില്ല, തുല്യമാവുകയില്ല. ലാ യസ്തവി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ആയത്തുകൾ ഖുർആനിൽ കുറേ ഉണ്ട്. ഇവിടെ ഈ രണ്ട് വിഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്.
ലാ യസ്തവി അൽ ഖാഇദൂന മിനൽ മുഅ്മിനീൻ, വിശ്വാസികളിൽ നിന്ന് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞുകൂടുന്ന ആളുകൾ. ഖഅദ എന്ന് പറഞ്ഞാൽ ഇരുന്നു. ഖഅദ ഇരുന്നു. തഖാഅദ എന്ന് പറഞ്ഞാൽ റിട്ടയർ ചെയ്തു എന്നാണ്. റിട്ടയർ ചെയ്ത വ്യക്തിക്ക് അറബിയിൽ എന്താ പറയുക? മുത്തഖാഇദ് എന്നാണ്. റിട്ടയർമെൻറ്റിന് എന്താണ് പറയുക? തഖാഉദ് എന്നാണ് പറയുക. അപ്പോൾ മനസ്സിലായല്ലോ. റിട്ടയർ ചെയ്ത ആളുകളെ സംബന്ധിച്ച് സാധാരണ പറയുക ഒരു വിശ്രമ ജീവിതം നയിക്കുന്നവരാണ്, അല്ലേ? വിശ്രമിക്കാൻ വേണ്ടി 10 കൊല്ലം പണിയെടുത്തിട്ട് നിങ്ങൾ വിശ്രമിക്കാൻ പോയിക്കോളി എന്നുള്ള പരിപാടി. ഖഅദ അറിയാം, എന്താണ്? ഇരുന്നു. ഖഅദ യഖഉദു, ഇരുന്നു. നിങ്ങൾ ഇരിക്കുന്ന ആ സ്ഥലത്തിന് അറബിയിൽ എന്താ പേര് പറയാ? മഖഅദ്. മഖഅദ് എന്താണ്? ഇരിപ്പിടം. ഖഅദ ഇരുന്നു, മഖഅദ് ഇരിപ്പിടം. അപ്പോൾ അതിൽ നിന്ന് സംഗതി മനസ്സിലാവും. അൽ ഖാഇദു എന്ന് പറഞ്ഞാലോ കുത്തിയിരിക്കുന്നവർ, വെറുതെ ഇരിക്കുന്ന ആൾക്കാർ, റെസ്റ്റ് എടുത്ത് കഴിഞ്ഞു കൂടുന്ന ആൾ. അപ്പോൾ മുഅ്മിനീങ്ങളിൽ നിന്ന് അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. കുറച്ച് പണി കുറച്ച് കുറയും അവർക്ക് നടത്താം. അങ്ങനെയുള്ള ആളുകൾ അവർ ഒരിക്കലും സമമാവുകയില്ല. ഇങ്ങനെ ഇരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അവർക്ക് കാരണങ്ങളുണ്ടായിട്ട് ഇരിക്കുന്നവരുണ്ടാകാം, കേട്ടോ. എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ, രോഗികളായിട്ടിരിക്കുന്നവരുണ്ടാകും, ശാരീരികമായ അവശത, അങ്ങനെയൊക്കെ. അതിന് നമ്മളെന്താ പറയുക? പ്രതിബന്ധങ്ങൾ, തടസ്സങ്ങൾ ഉണ്ടായിട്ട് ഇരിക്കുന്നവരുണ്ടാകും. അവരെ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട്. ഗൈറു ഉലിൽ ലറർ. ഗൈറു ഉലിൽ ലറർ. ലറർ എന്ന് പറഞ്ഞാൽ വിഷമം, പ്രയാസം. ഉലി എന്ന് പറഞ്ഞാലോ ഉള്ള. ഉലുൽ ലറർ എന്ന് പറഞ്ഞാൽ വിഷമം ഉള്ളവർ. ഗൈർ അവർ ഒഴികെ. അപ്പോൾ ഗൈറു ഉലിൽ ലറർ എന്ന് പറഞ്ഞാൽ വിഷമം ഉള്ളവർ ഒഴികെ. അപ്പോൾ എന്തെങ്കിലും വിഷമമുണ്ടായിട്ട് ഇരിക്കുന്നതിന് എന്തില്ല? വിരോധമില്ല. കാരണം ഒരു കാര്യത്തിലും ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. നമുക്ക് എന്താണോ കഴിയുക ആ കാര്യമില്ലാതെ അല്ലാഹ് നമ്മളോട് കൽപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് നിസ്കരിക്കാൻ, നിങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന് കുറ്റമുണ്ടോ? ഇല്ല, എന്ത് ചെയ്താൽ മതി? ഇരുന്നാൽ മതി. ഇരുന്നും കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിടന്നാൽ മതി. പക്ഷെ നിങ്ങൾ നിസ്കരിക്കണം. ബോധമുള്ള കാലത്തോളം നിങ്ങൾ നിസ്കരിക്കണം. എല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ എന്നത്. അപ്പോൾ ഗൈറു ഉലിൽ ലറർ. ഉല് എന്ന് പറഞ്ഞാൽ എന്താ? ഉലുൽ അൽബാബ് എന്നൊക്കെ, ഉലിൽ അൽബാബ് എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? ബുദ്ധിമാൻ, ബുദ്ധിയുള്ളവർ എന്ന്. അപ്പോൾ ഇവിടെ വിഷമമുള്ളവരൊഴികെ. അപ്പം ന്യായമായ എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉള്ളവരൊഴികെ വിശ്വാസികളിൽ നിന്ന് ഇതൊന്നുമില്ലാതെ വെറുതെ പണിയെടുക്കാതെ ചടഞ്ഞിരിക്കുന്ന ആളുകൾ സമമാവുകയില്ല. ആരോട് സമമാവുകയില്ല? മുജാഹിദീങ്ങളോട്. അപ്പോൾ ജാഹദ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ശരീരം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, തങ്ങളുടെ കഴിവുകളെ കൊണ്ടൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗപരിശ്രമങ്ങൾ ചെയ്തു എന്നാണ് എന്തിൻ്റെ അർത്ഥം? ജാഹദ. അങ്ങനെ ചെയ്യുന്ന ആളാണ് ആര്? മുജാഹിദ് എന്ന് പറയും. അപ്പോൾ മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ സാന്ദർഭികമായി നോക്കുകയാണെങ്കിൽ യുദ്ധത്തിൻ്റെ കാര്യം പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത്. യുദ്ധം ഒരു വലിയ ജിഹാദ് തന്നെയാണ്. അതേപോലെ നമ്മൾ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും തന്നെയാണ് നമ്മുടെ ജിഹാദ് തന്നെ. അപ്പോൾ അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബി അംവാലിഹിം വ അൻഫുസിഹിം, തങ്ങളുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നവരും, അതേപോലെ തന്നെ ന്യായമായ വിഷമമൊന്നുമില്ലാതെ വെറുതെ വിശ്വാസികളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്ന ആളുകളും ഒരിക്കലും തുല്യരല്ല, അവർ സമന്മാരല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ നോക്കൂ, ആദ്യം തന്നെ ജിഹാദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ബി അംവാലിഹിം വ അൻഫുസ്, എന്തുകൊണ്ടുള്ള ജിഹാദാണ് ആദ്യം പറയുന്നത്? സമ്പത്ത് കൊണ്ടുള്ള ജിഹാദ്.
പിന്നെ ശരീരം കൊണ്ടുള്ള ജിഹാദ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എന്താ വരിക? എന്തുകൊണ്ടുള്ള ജിഹാദാ? സമ്പത്താണ് സൈഡാക്കും നമ്മൾ കേട്ടോ. ഖുറാനിൽ ജിഹാദിനെ കുറിച്ച് പറഞ്ഞതൊക്കെ പറയുന്നത് ബി അംവാലിഹിം വ അംഫുസിഹിം, ബി അംവാലിക്കും വ അംഫുസിക്കും. നമ്മുടെ സമ്പത്ത് കൊണ്ട് ജിഹാദ് ചെയ്യണം. അപ്പോൾ സമ്പത്ത് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ചെലവഴിക്കുക എന്നുള്ളതൊരു വലിയ ജിഹാദ് തന്നെയാണ്. അൽ ജിഹാദുൽ മാലി, അൽ ജിഹാദുൽ മാലി. അത് നമ്മൾ ഖുർആൻ്റെ ഒരു സന്ദേശം നമുക്ക് പഠിക്കും വേണം, പഠിപ്പിക്കും വേണം. ജിഹാദ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലൗഹ് ജിഹാദ് അങ്ങനെയുള്ള ജിഹാദൊക്കെ മനുഷ്യന്മാരുടെ മനസ്സിലേക്ക് വരുന്നത്. നമ്മൾ ചെയ്യേണ്ട കാര്യം മാറ്റി വെച്ചിട്ട് വേറെയുള്ള ജിഹാദിനെ കുറിച്ചുള്ള ഗവേഷണം നടത്തുന്നത്. അവൽ ജിഹാദുൽ മാലി, അൽ ജിഹാദുൽ മാലി എവിടുന്ന് തന്നെ തുടങ്ങണം? ആദ്യം എവിടെ നിന്ന് തുടങ്ങണം? സ്വന്തം തടിയിൽ നിന്ന് തുടങ്ങണം. അവനവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ സന്നദ്ധനാകാത്ത ഒരാൾക്ക് വേറൊരു കാര്യത്തിനും ചെലവഴിക്കാൻ സന്നദ്ധത ഉണ്ടാവും. അവനവൻ്റെ കാര്യത്തിൽ തന്നെ പിശുക്ക് കാണിക്കുക. ചില ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്, അവൻ്റെ കൈ അറ്റുപോയാൽ അവിടെ ഉപ്പ് പോലും തേൽക്കാത്ത ആളാണ്. കാരണം ഉപ്പ് ചിലവാക്കുമല്ലോ. തൽക്കാലം ഒന്നും തേക്കാതെ അങ്ങനെ അമർത്തി പിടിച്ച് നിൽക്കുക, ചോര എടുക്കാതെക്കാൻ. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അവിടെ തന്നെ തുടങ്ങണം, സ്വന്തത്തിൽ നിന്ന്, സ്വന്തം കുടുംബത്തിൽ നിന്ന്. അതിന് ചിലവഴിക്കുന്നതുകൊണ്ടൊന്നും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ അൻഫഖർ റജുലു അലാ അഹ്ലിഹി നഫഖതൻ യഹ്തസിബുഹാ ഫഹിയ ലഹു സദഖ. ഒരു വ്യക്തി കൂലി ആഗ്രഹിച്ചുകൊണ്ട് തൻ്റെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും അവൻ ചെലവഴിക്കുകയാണെങ്കിൽ നാളെ പുണ്യകരമായ ഒരു ധർമ്മമായി അള്ളാഹു അവനിൽ നിന്നത് സ്വീകരിക്കും. ഇന്നിപ്പോൾ നമ്മളെ കുടുംബത്തിന് ചിലവഴിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ പോരുന്നത് അല്ലേ? വീട്ടുക്ക് ആവശ്യമുള്ള സാധനമൊക്കെ വാങ്ങിക്കൊടുത്തില്ലേ? ഇതുകൊണ്ട് കുടുങ്ങി റബ്ബേ, ഇത്രയും അതിന് ചിലവഴിച്ച് ആ നീയത്ത് നല്ല ഉണ്ടാകുക. നേരത്തെ മറിച്ച് ഹെത്തസിബുഹ, എന്ത് വേണം? പഠിച്ചോനെ ഇതൊന്ന് വെറുതെ ആക്കരുത് റബ്ബേ, അവിടെ തരണം റബ്ബേ എന്നാൽ മനസ്സുണ്ടാകണം. അത് നമ്മളെ കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നത്, അവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നത്, അവർക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി ചിലവഴിക്കുന്നത്, രോഗം വന്നാൽ ചികിത്സിക്കുന്നത് ഒക്കെ നമുക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും നമ്മൾ ചിലവഴിക്കുന്നത് വരെ ഫഹിയ ലഹു സ്വദഖ ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിൻ്റെ മാർഗത്തിൽ ഒരു സ്വതക്ക അവൻ കൊടുക്കുകയാണെങ്കിൽ എന്താണോ, അല്ല രണ്ട് കൈയും നീട്ടി അത് സ്വീകരിക്കുകയും. നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങൾ മൃഗങ്ങളെയൊക്കെ വളർത്തുന്നില്ലേ, പോറ്റുന്നില്ലേ? നിങ്ങൾ വളർത്തുന്ന മൃഗത്തെ പോലെ, പോറ്റുമൃഗത്തെ പോലെ അള്ളാഹു ഇതിനെ പോറ്റി വളർത്തി വളർത്തി വലുതാക്കിക്കൊണ്ടേയിരിക്കും. എന്തിനു വേണ്ടിയെന്നോ? നിങ്ങൾ അവനെ കണ്ടുമുട്ടുന്ന നാളിൽ നിങ്ങൾക്കത് നൽകാൻ വേണ്ടി. അതിൻ്റെ വലുപ്പത്ര ഉണ്ടാവും. അതൊക്കെ തുടങ്ങുന്ന എവിടുന്നാണ്? മനസ്സൊക്കെ നോക്കുക. അപ്പം ചെലവഴിക്കുമ്പോഴൊക്കെ നമുക്കങ്ങനെ തന്നെയാണല്ലേ മനസ്സ്, അല്ലേ? ഇതുകൊണ്ട് ഇടങ്ങേറായി, ഒരു വലിയ ഇടങ്ങേറ്, ഇതുകൊണ്ട് കുടുങ്ങിപ്പോയി എന്നൊരു വിചാരമല്ല ഉണ്ടാകേണ്ടത്. പഠിച്ചോനെ, ഇതൊക്കെ എൻ്റെ ബാധ്യതയാണ്, എൻ്റെ ഉത്തരവാദിത്തമാണ്. അതാണ് ശരിക്കും ജിഹാദ്. അപ്പോൾ ജിഹാദുൽ മാൽ അവിടുന്ന് തന്നെ നമ്മൾ തുടങ്ങണം. പിന്നെ നമ്മുടെ ശരീരം കൊണ്ടും. ശരീരം കൊണ്ടെന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ നടത്തുന്ന ജിഹാദ് എന്താ? നമുക്കും ജിഹാദ് ചെയ്യാൻ ബാധ്യത ഉണ്ടല്ലോ, അല്ലേ? ഏത് കാലത്തും. ഇപ്പം ജിഹാദൊന്നുമില്ല, ജിഹാദില്ലാത്തൊരു കാലം നമുക്കില്ല. ഇപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെ, അവൻ്റെ കിതാബിൻ്റെ സന്ദേശത്തെ നമ്മൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ജിഹാദ്. രണ്ടാമത്തെ ജിഹാദ് ശരിക്ക് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്ന, നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ള ഈ ദീൻ അനുസരിച്ച് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് മറ്റൊരു ജിഹാദ്. ലിതകൂനു ശുഹദാ അലന്നാസ്, നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് ഇസ്ലാമിൻ്റെ സാക്ഷികളായി നിലകൊള്ളുക എന്നുള്ളതൊരു ജിഹാദാകുന്നു. അപ്പോൾ ഇവിടെ ഞങ്ങൾ അതെല്ലാം അടങ്ങിയിരിക്കണില്ല, ഞങ്ങൾ ഓടുന്നുണ്ട് എന്ന നിലക്ക് നമുക്കൊരു ആത്മാഭിമാന ബോധവും സമാധാനവും ഒക്കെ ഉണ്ടാകാമെങ്കിലും എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായി നമ്മുടെ ജിഹാദ് അത് നിർവഹിക്കുന്നുണ്ടോ എന്ന് കൂടി പരിശോധിക്കണം. അപ്പോൾ സമമല്ല തന്നെയാണ് പഠിച്ചവിടെ പറയുന്നത്.
പണിയെടുക്കുന്നവരും എടുക്കാത്തവരും ഒരിക്കലും ഒന്നുമല്ല, സമമല്ല. പിന്നെ പറഞ്ഞു നോക്കൂ, ഫളലല്ലാഹുൽ മുജാഹിദീന ബിഅംവാലിഹിം വഅൻഫുസിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. ഫളല എന്ന് പറഞ്ഞാൽ എന്താ? ഫളില് നൽകിയിരിക്കുന്നു. അവൻ പ്രതിഫലം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ആർക്ക്? തങ്ങളുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ത്യാഗപരിശ്രമങ്ങൾ ചെയ്യുന്നവർക്ക്. ആരേക്കാൾ? അലൽ ഖാഇദീന, അടങ്ങി ചടഞ്ഞ് ഒതുങ്ങിക്കൂടിയിരിക്കുന്നവരേക്കാൾ. ദറജ, ഒരു പദവി. ദറജ എന്ന് പറഞ്ഞാൽ പദവി. അവർക്കൊരു പദവി കൂടുതലുണ്ട് എന്നർത്ഥം. ഖാഇദീങ്ങളും മുജാഹിദീങ്ങളും ഒരിക്കലും തുല്യരല്ല. മുജാഹിദീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പദവി, ഫളില് നൽകിയിട്ടുണ്ട്. ഫളലല്ലാഹുൽ മുജാഹിദീന ബിഅംവാലിഹിം വഅൻഫുസിഹിം അലൽ ഖാഇദീന ദറജ. ഇനി പറഞ്ഞു നോക്കൂ, വകുല്ലം വഅദല്ലാഹുൽ ഹുസ്നാ. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്? അൽ ഹുസ്ന, നന്മ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നല്ലത് തന്നെയാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഫളില് ആർക്കുണ്ട്? മുജാഹിദീങ്ങൾക്ക്. അടങ്ങിയിരിക്കുന്ന ആൾക്കാരും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും. അവർ വെറുതെ എന്നാലോ മറ്റുള്ളവർ കൂടുതൽ അധ്വാനിക്കുന്നുണ്ടാകും. ആ ഒരു ഫളില് തീർച്ചയായും മുജാഹിദുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. പിന്നെയും പറയാണ്, വഫളലല്ലാഹുൽ മുജാഹിദീന അലൽ ഖാഇദീന അജ്റൻ അലീമാ. മഹത്തായ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ആരാകണം? ത്യാഗങ്ങൾ ചെയ്യാൻ സന്നദ്ധരാകണം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിന് നിങ്ങൾ സന്നദ്ധരാകണം. ഈ ആയത്ത് അവതീർണമായ ഒരു പശ്ചാത്തലം ഇങ്ങനെ പറയുന്നുണ്ട്. നുസിലത്ത് ഫി കഅബ് ബിൻ മാലിക് മിൻ ബനി സലമ വ മുറാറത്ത് ബിൻ റബീഅ മിൻ ബനി അംർ ബിൻ ഔഫ് വ റബീഅ വ ഹിലാൽ ബിൻ ഉമയ്യ മിൻ ബനി വാഖിഫ് ഹീന തഖല്ലഫു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഗസ്വത്ത് ബദർ. ബദർ യുദ്ധ സന്ദർഭത്തിൽ അവരിങ്ങനെ പിന്തി നിന്നല്ലോ. ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ആയത്ത് അവതരിച്ചത് എന്ന് ഇതിൻ്റെ അവതരണ പശ്ചാത്തലമൊക്കെ വിശദീകരിക്കുമ്പോൾ തഫ്സീറിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി നോക്കൂ, ദറജാതിൻ മിൻഹു വ മഗ്ഫിറതൻ വ റഹ്മ. രണ്ട് കാര്യങ്ങൾ അള്ളാഹു പ്രത്യേകം ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അവൻ്റെ അരികിൽ നിന്നുള്ള ദറജാത്തുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വർഗീയമായ പദവികളാണ് എന്നത്. ദറജാത്ത് ശരിക്കും സ്വർഗത്തിൻ്റെ പദവികൾക്ക് ഖുർആൻ പറഞ്ഞിടത്ത് ലഹും ദറജാത്തുൻ ഇൻദ റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിൻ്റെ അരികിൽ അവർക്ക് സ്വർഗീയമായ ഉന്നത പദവികളുണ്ട് എന്ന് ഖുർആനിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മഗ്ഫിറ, പാപവിമുക്തിയുമുണ്ട്. വറഹ്മ, അള്ളാഹുവിൻ്റെ കാരുണ്യവും ആർക്കുണ്ട്? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുന്ന മുജാഹിദുകളായ ആളുകൾക്കുണ്ട് എന്നാണ് പറയുന്നത്. സൂറ ഇസ്രായിൽ അല്ലാഹ് പറയുന്നുണ്ട്, ഉൻദുർ കൈഫ ഫളൽനാ ബഅദഹും അലാ ബഅദ് വലൽ ആഖിറതു അക്ബറു ദറജാതിൻ വ അക്ബറു തഫ്ളീലാ. നബിയെ, താങ്കളൊന്ന് ചിന്തിച്ചു നോക്കൂ. കൈഫ ഫളൽനാ ബഅദഹും അലാ ബഅദ്. വിശ്വാസികളിൽ നിന്ന് ചിലരേക്കാൾ അള്ളാഹു ഫളില് നൽകി ആദരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ അധ്വാനിക്കുമ്പോൾ ശരിക്കും നമ്മൾ വിചാരിക്കേണ്ട എന്താണ്? ഇങ്ങനെ അധ്വാനിക്കാനും ത്യാഗങ്ങൾ ചെയ്യാനും അള്ളാഹിൻ്റെ മാർഗത്തിൽ പണിയെടുക്കാനുള്ള അവസരം എനിക്ക് ആര് നൽകി? അള്ളാഹ് നൽകി. ഈ ചാൻസ് എനിക്ക് ആരാ നൽകിയത്? അള്ളാഹ് നൽകിയ അനുഗ്രഹമാണിത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും വേണം. എന്നിട്ട് നോക്കൂ, ഫളൽനാ ബഅദഹും അലാ ബഅദ്, അവരിൽ ചിലരെ അള്ളാഹു ഫളിൽ നൽകി ആദരിച്ചു. ഇതേ ആദരവ് എവിടെയും കിട്ടും? പരലോകത്തും കിട്ടും. നമുക്ക് ചാൻസ് കിട്ടുന്നില്ലേ? എന്തിന്? പുണ്യം ചെയ്യാൻ.
അങ്ങനെയുള്ള അവസരം കിട്ടുന്നില്ലേ? ഇതൊക്കെ ആര് തരുന്നത് തന്നെയാണ്? അതിന് ആരോഗ്യം തരുന്ന ആരാണ്? അള്ളാഹുവാണ്. സമയം തരുന്ന ആരാണ്? അള്ളാഹുവാണ്. സമയം ആരോഗ്യം ഉണ്ടായിട്ടൊന്നും പോരാ, അങ്ങനെയുള്ളൊരു മനസ്സ് നമുക്ക് നൽകുന്നത് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇതൊക്കെ അള്ളാഹിൻ്റെ ഫളിൽ തന്നെയാണ്. അപ്പോൾ ഈ ഫളിൽ അള്ളാഹു നിങ്ങൾക്ക് ഈ ദുനിയാവിൽ നൽകിയത് കൊണ്ട് തന്നെ പരലോകത്തും അള്ളാഹ് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഫളിൽ നൽകും, ശ്രേഷ്ഠത നൽകും, സ്വർഗീയ പദവികളാലാണ്. അതാണ് വല്ലാഖിറത്തു അക്ബറു ദറജാത്ത്. പരലോകത്ത് നിങ്ങൾക്ക് പദവികൾ വലിയതായിരിക്കും. വ അക്ബറു തഫ്ലീല. അവിടെ നിങ്ങൾക്ക് നൽകുന്ന ശ്രേഷ്ഠതകളും വലുതായിരിക്കും. അപ്പോൾ ഈ പ്രവർത്തനങ്ങളിലുള്ള ഈ ഏറ്റവ്യത്യാസം പോലെ തന്നെ സ്വർഗീയ സ്ഥാനങ്ങളിലും ഏറ്റവ്യത്യാസം ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നമുക്ക് നൽകുന്ന അംഗീകാരങ്ങളിലും ആദരവിലും എല്ലാം വ്യത്യാസങ്ങളുണ്ടാകും എന്ന് തന്നെയാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് നോക്കിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത് എന്നർത്ഥം. തബൂക്ക് യുദ്ധത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ അല്ലേ? ലമ്മാ റജഅ മിൻ ഗസ്വത്തി തബൂക്ക് വദനാ മിനൽ മദീന. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധത്തിൽ നിന്ന് മടങ്ങി മദീനയോട് അടുക്കുന്ന സന്ദർഭത്തിൽ അവിടുന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്ന ഫിൽ മദീനത്തിൽ അഖ്വാമ. അപ്പം നമ്മൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് പുറപ്പെട്ടതാ നമ്മുടെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് മദീനയിലേക്ക് തന്നെ മടങ്ങി വരികയാണ്. പക്ഷേ മദീനയിൽ ചില ആളുകളുണ്ട്. ഇന്ന ഫിൽ മദീനത്തിൽ അഖ്വാമ മാ സിർതും മിൻ മസീർ. അവർ നമ്മൾ നടന്നതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ ഒരിക്കലും ഒരു യാത്ര നടത്തിയിട്ടില്ല, സഞ്ചരിച്ചിട്ടില്ല. വലാ ഖതഅതും മിൻ വാദിൻ. ഒരു താഴ്വരയും അവർ മുറിച്ചു കളഞ്ഞിട്ടില്ല. അവരെവിടെയാണ്? മദീനയിൽ. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹിൻ്റെ മാർഗത്തിൽ ബഹുദൂരം സഞ്ചരിച്ചിട്ടുണ്ട്. പല താഴ്വരകളും നിങ്ങൾ മുറിച്ചു കടന്നിട്ടുണ്ട്. പക്ഷേ അവർ അവിടെ ഇരിക്കുമ്പോഴും ഇല്ലാ കാനൂ മഅകും ഫീഹി. അവരെല്ലാം നിങ്ങളുടെ കൂടെ തന്നെയാണ് മദീനയിൽ ഇരുന്നു കൊണ്ട്. എന്താ റസൂലി പറഞ്ഞത്? എന്തായി പറഞ്ഞത്? അവർ മദീനയിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ കൂടെ തന്നെയാണ്. അപ്പോൾ അവരാരാണ്? നേരത്തെ പറഞ്ഞ ഈ വിഷമങ്ങൾ ഉണ്ടായിക്കൊണ്ട്, കാരണങ്ങൾ ഉണ്ടായിക്കൊണ്ട്, ഒതുറുകൾ ഉണ്ടായിക്കൊണ്ട് നിങ്ങളുടെ കൂടെ യുദ്ധത്തിന് പുറപ്പെടാനോ യാത്ര ചെയ്യാനോ കഴിയാത്ത ആളുകളാണ്. അവിടെ മനസ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർ അതിന് സന്നദ്ധരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അങ്ങനെ ആരോഗ്യം കൊടുക്കാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ സാമ്പത്തികമായ ശേഷി കൊടുക്കാത്തതിൻ്റെ പേരിൽ അവർ അവിടെ മദീനയിൽ തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു ഈ ഫള് നൽകി, ഈ ദർജ പഠിച്ചോൻ നിങ്ങൾക്ക് അവിടെ നൽകി. എന്നാൽ അവർക്കും എന്തുണ്ടാകും? ഖാലു, ആ സന്ദർഭത്തിൽ അവർ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് വഹും ബിൽ മദീന. അവർ മദീനയിലല്ലേ, പിന്നെ എങ്ങനെ അവർ ഞങ്ങളെ കൂടെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, നഅം വഹും ബിൽ മദീന. അവർ മദീനയിൽ തന്നെയാണെങ്കിലും ഹബസഹും അൽ ഉദ്റു. ഉദ്റാണ് അവരെ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളുമാണ് അവരെ നമ്മുടെ കൂടെയാകുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തിയിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ അതിന് നമുക്ക് കഴിയുന്നില്ലെങ്കിലും പഠിച്ചോനെ എനിക്ക് കഴിയുമെങ്കിൽ അവരെ കൂടെ പോകായിരുന്നല്ലോ എന്നൊരു മനസ്സ് എന്നെങ്കിലും എന്ത് വേണം. അപ്പോൾ നന്മയുടെ കൂടെ നമ്മുടെ മനസ്സുകൂടി നമുക്ക് ശാരീരികമായോ സാമ്പത്തികമായോ ഇത് ചെയ്യാനും അതിൽ പങ്കെടുക്കാനും കഴിയുന്നില്ലെങ്കിലും ആ ഒരു മനസ്സും പ്രാർത്ഥനയും തന്നെയെങ്കിലും ഉണ്ടെങ്കിൽ എന്തുണ്ടാകും? അതിനുള്ള പ്രതിഫലം നമുക്ക് നൽകും. ആ ദറജയും ആ ഫളലൊക്കെ പഠിച്ചാൽ നമുക്ക് നൽകും എന്നതാണ് പറയുന്നത്. ദറജാത്തും മിൻ മഗ്ഫിറത്തും വറഹ്മ. അള്ളാഹുവിൻ്റെ പാപമോചനവും കാരുണ്യവും ഉണ്ടാകും. വകാനല്ലാഹു ഗഫൂറർ റഹീമ. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പൊറുക്കുന്നവനാണ്. അവന് മഗ്ഫിറത്ത് നൽകും. ആർക്കാണ് മഗ്ഫിറത്ത് നൽകുക? മഗ്ഫിറത്തിന് അവകാശപ്പെട്ട ആൾക്കാർക്കേ പഠിച്ചോൻ കൊടുക്കുള്ളൂ, അർഹരായ ആളുകൾക്കേ കൊടുക്കുള്ളൂ. കാരുണ്യവും
അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവകാശപ്പെട്ടവർക്ക് അവൻ്റെ കാരുണ്യവും കൊടുക്കും എന്നാണ് ഈ ആയത്തിലൂടെ വ്യക്തമാക്കുന്നത്. നോക്കൂ, നോക്കൂ. لا يستوي القاعدون من المؤمنين غير أولي الضرر والمجاهدون في سبيل الله بأموالهم وأنفسهم فضل الله المجاهدين بأموالهم وأنفسهم على القاعدين درجة وكلا وعد الله الحسنى وفضل الله المجاهدين على القاعدين أجرا عظيما درجات منه ومغفرة ورحمة وكان الله غفورا رحيما. ഈ ആയത്തിൽ എത്ര വിഭാഗം ആളുകൾ വിശ്വാസികളിൽ ഉണ്ട് എന്നപ്പോൾ നമുക്ക് മനസ്സിലായത്? എത്ര വിഭാഗമുണ്ട്? 3 വിഭാഗമുണ്ട് അല്ലേ? എത്ര വിഭാഗമുണ്ട്? 3 വിഭാഗം ആളുകളുണ്ട്. ഒന്ന് അൽ മുജാഹിദൂന ഫി സബീലില്ലാഹ്, മറ്റൊന്ന് അൽ ഖാഇദൂന, പിന്നെയോ ഉലുൽ ളറർ അല്ലേ? കാരണങ്ങളും പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ട് ഈ പ്രവർത്തനങ്ങളിൽ നിരതരാകാൻ കഴിയാത്ത ആളുകൾ. ആ ഉലുൽ ളററിന് വരെ എന്ത് നേടാനാകും? പ്രതിഫലം നേടാനാകും. എങ്ങനെയാണ് എങ്കിൽ അവരുടെ നല്ല മനസ്സ് ഉണ്ട് എങ്കിൽ. എൻ്റെ അസുഖം മാറിയ പഠിച്ചവനെ ഞാൻ എന്ത് ചെയ്യും? ഇറങ്ങും. ഇപ്പോൾ ഇതിന് കിന്ന കാരണങ്ങളുണ്ട്. എൻ്റെ പ്രയാസം നീങ്ങിയാൽ പഠിച്ചവനെ ഞാൻ ഇതിന് ഇറങ്ങും. പിന്നെ ഇവിടെ കുല്ലം വഅദല്ലാഹുൽ ഹുസ്ന എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് അല്ലേ? എല്ലാവർക്കും അല്ലാഹു അവർ വിശ്വാസികളാണ് എന്നതിനാൽ അവർ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകും. പക്ഷെ എല്ലാവരും ഒരേപോലെ അല്ല, കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് വിശ്വാസികളെ പറഞ്ഞുകൊടുത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സ്വർഗലോകത്തും എത്ര വിഭാഗമുണ്ട് അവർ? ഒന്ന് അസ്സാബിഖൂന അസ്സാബിഖൂൻ, പിന്നെ ആരുണ്ട്? അസ്ഹാബുൽ യമീൻ, വലതുപക്ഷക്കാരായ, പിന്നെ വസ്ഹാബു ഷിമാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും പറ്റിപ്പോകുന്ന തെറ്റുകളും വീഴ്ചകളും നിൻ്റെ കാരുണ്യത്താൽ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ വാത്സല്യനിധികളായ മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും പ്രിയപ്പെട്ടവരും എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കിടയിൽ രോഗികൾക്ക്, പ്രയാസം അനുഭവിക്കുന്നവർക്ക് അവരുടെ രോഗങ്ങളും പ്രയാസങ്ങളുമൊക്കെ നീ നീക്കിക്കൊടുക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ ഇണകളിലൂടെ, മക്കളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. ലോകത്ത് പ്രയാസവും ദുരിതവും അനുഭവിക്കുന്ന വിവിധ രാജ്യങ്ങളിലുള്ള ഞങ്ങളുടെ സഹോദരീ സഹോദരങ്ങൾക്ക് അവരനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അവരെ നീ രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ-അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിറൽ ഹജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين يا أرحم الراحمين ويا أكرم الأكرمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله تعالى على خير خلقه محمد وعلى آله وصحبه أجمعين.